അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിലെ ആൾക്കാർക്കുള്ള വിഷുഫലം എന്താണ്, 2024 വിഷുഫലം എന്താണ്, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഉള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരിൽ എനിക്ക് കാണാൻ പറ്റുന്ന സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഏറ്റവും മോശപ്പെട്ട ആളെ പോലും നിങ്ങളുടെ പരിധിയിൽ വരുത്താനുള്ള ഒരു എനർജി നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു എനർജി. ഐ സീ ദാറ്റ് 9 ഓഫ് കപ്സ് കാർഡ്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, ഒരുപാട് ട്രഷർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആയിരിക്കാം, ഒരുപാട് സ്നേഹമായിരിക്കാം. ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. വിത്ത് 9 ഓഫ് കപ്സ് കാർഡ് ഐ സീ ദാറ്റ് എനർജി, ബ്യൂട്ടിഫുൾ എനർജി. അടുത്തതായിട്ട് ഐ സി ടെമ്പറൻസ് കാർഡ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബാലൻസിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സമാധാനക്കേട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാലൻസിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് സമാധാനം, അല്ലെങ്കിൽ നീ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഐ സീ ദറ്റ് 7 ഓഫ് വാണ്ട്സ് എനർജി. നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ ആവുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻ ചെയ്യണം എന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചക്രാസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നതിന്, മെഡിറ്റേഷനെ പറ്റി, യോഗനെ പറ്റി നിങ്ങൾ പലതും മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു എനർജി. ഐ സീ ദാറ്റ് വിത്ത് 7 ഓഫ് വാണ്ട്സ് എനർജി. അടുത്തതായിട്ട് ഐ സീ ദ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. നിങ്ങളിൽ പലരും എങ്ങനെയൊക്കെ പോയാലും ഈ വീഡിയോ കാണുന്ന പലരും തന്നെ 10 ഇയേഴ്സിൽ കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റിലേക്ക് വരുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് വേണ്ട വീടായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, പെറ്റ്സ് ആയിക്കോട്ടെ, എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുന്ന ഒരു എനർജി ഉള്ള ആൾക്കാരാണെന്നാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ ദ 4 ഓഫ് കപ്സ് കാർഡ്. നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പഴയ പോയ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കാനുള്ള ചാൻസസ് ആണ് വിത്ത് 4 ഓഫ് കപ്സ് കാർഡ്. പക്ഷെ അതൊക്കെ മാറ്റി വെക്കുക. എങ്ങനെയായാലും നിങ്ങൾ 10 ഇയേഴ്സിൽ കംപ്ലീറ്റ്ലി സെറ്റിൽമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നടത്തിയെടുക്കാൻ ചാൻസ് ഉള്ള ആൾക്കാരാണ്. സോ അതിനെപ്പറ്റി ആലോചിച്ച് ഒരിക്കലും വിഷമിക്കരുത്. ദാറ്റ് വിൽ കം ടു യു വെനെവർ ഇറ്റ് ഈസ് meant to come to you. അത് നിങ്ങൾക്ക് വരേണ്ട സമയത്ത് എന്തായാലും വരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രക്കാരുടെ റീഡിംഗ് ആണ്. പുണർദം നക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് വിഷുഫലം, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് കാണാം. ഐ സീ ദ 6 ഓഫ് സോഴ്സ് എനർജി. അതായത് ഒരു കൂട് വിട്ട് കൂട് മാറുക എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളൊരു സ്ഥലത്തേക്ക് മാറുന്ന ഒരു എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഒരു ട്രാവൽ വരുന്നുണ്ട്. നിങ്ങൾ അബ്രോഡ് പോയി സെറ്റിൽഡ് ആവാനുള്ള ചാൻസസും അവിടെ പോയി ജോലി ചെയ്യാനുള്ള ചാൻസസും എല്ലാം വിത്ത് ഫാമിലി തന്നെ പോകാനുള്ള ചാൻസസും ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഐ സീ ദ ഫൂൾ കാർഡ്. തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ടേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടിക്കയറി അതിൻ്റെ അകത്തൊരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ആലോചിച്ച് ചിന്തിച്ച് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ദ ഫൂൾ കാർഡ് കാണുന്നത്. നെക്സ്റ്റ് ഐ സീ ദ കിങ് ഓഫ് നൈറ്റ് ഓഫ് വാണ്ട്സ് എനർജി. അതായത് നിങ്ങൾ ഹാപ്പി വിത്ത് വാട്ട് യു ആർ. ചുറ്റും പറയുന്ന ആൾക്കാരൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു ആ ഒരു സെൻറ്റൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ലൈഫ്, നിങ്ങളത് ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് ജീവിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ബ്യൂട്ടിഫുൾ എനർജി. അതിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ 5 ഓഫ് സോഴ്സ് എനർജി. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് നിങ്ങളെ തല തിന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ചുറ്റും ആൾക്കാർ നിങ്ങൾ എന്തൊക്കെ പോസിറ്റീവാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നടത്തിയെടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ യു മേ ഫീൽ ദാറ്റ് അവർക്ക് എന്തായാലും നിങ്ങളെ പറ്റി ഒരു കുറ്റം പറഞ്ഞില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. ആ ഒരു കൈൻഡ് ഓഫ് എനർജി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ബട്ട് യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അത് മാറുക. നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്താണോ അത് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ഐ സീ ദ വീൽ കാർഡ്, വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഒരു കാര്യം ഇങ്ങനെ ചുറ്റും നടന്ന പോലെ തോന്നാം. അതായത് ഒരിക്കൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും നടക്കുകയാണോ എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു എനർജിയാണ്. എപ്പോഴും നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് ഒരു സറൗണ്ടിങ്, ഒരു കാര്യം ഇങ്ങനെ റൗണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഒരു പ്രാവശ്യം സന്തോഷം, പിന്നെ ഒരു സങ്കടം, പിന്നെ സന്തോഷം, സങ്കടം, അത് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്ന പോലെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്നാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ എ 3 ഓഫ് സോഴ്സ് കാർഡ്. ഒരു ബ്രേക്കപ്പിനുള്ള ചാൻസസ് ഉണ്ട്. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിന് വിഷമമുള്ള നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് നിങ്ങളൊരു ഇതില്ലാതെ നോക്കുക. അങ്ങനെ ഒരു വഴി വെക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തായാലും അത് മനസ്സിന് വിഷമമാവുമെന്ന് തോന്നിയ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും പുറത്ത് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് ഫോർ യു ഗൈസ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിലെ ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. പൂയം നക്ഷത്രത്തിലെ ആൾക്കാരുടെ വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
ആദ്യമായിട്ട് ഐ സി ദ പേജ് ഓഫ് സോഡ്സ് കാർഡ്. അതായത് നിങ്ങൾക്ക് പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായി പഠിത്തം നിർത്തി വെച്ച ആൾക്കാരാണെങ്കിൽ ഒന്ന് പഠിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യണം എന്നാഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ അത് നടത്തിയെടുക്കാനുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. ഐ സി ദ ക്വീൻ ഓഫ് സോഡ്സ് എനർജി അഗെയിൻ. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നന്നാകുന്ന അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മൂഡ് സ്വിങ്സ് ഓൺ ആൻഡ് ഓഫ് തോന്നാം. പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വരാൻ ഉള്ളൊരു ചാൻസസ് എനിക്ക് കാണാം. ഐ സി ദ 8 ഓഫ് കപ്സ് എനർജി. നിങ്ങൾക്ക് തെറ്റായിട്ടുള്ള ഡിറക്ഷനിലേക്ക് പോവുക, തെറ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, തെറ്റായിട്ടുള്ള അനുമാനങ്ങളിലേക്ക് എത്തുക എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയാണ് ഇത് 8 ഓഫ് കപ്സ് കാർഡ്. 3 ഓഫ് കപ്സ് കാർഡ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി വരാനുള്ള ചാൻസസ് ഒക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ ഐ വുഡ് സേ ആ സെലിബ്രേഷൻ, ഒരു നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോകുന്ന ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സി 6 ഓഫ് സോഡ്സ് എനർജി വിച്ച് മീൻസ് ദാറ്റ് ട്രാവൽ. നിങ്ങൾ പുറത്ത് പോയി സെറ്റിൽഡ് ആവാനോ അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാനോ ഉള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അടുത്തതായി സി ദ 8 ഓഫ് wands എനർജി വിച്ച് മീൻസ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്മിങ് ടു യു വെരി ഫാസ്റ്റ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഈ ഒരു പേഴ്സണായിട്ട് സംസാരിക്കണം എനിക്കെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുക, അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു ജോബ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുക, അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് വിഷുഫലത്തിൽ എനിക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ആയില്യം നക്ഷത്രത്തിന്റെ റീഡിംഗ് ആണ്. ആയില്യം നക്ഷത്രത്തിലെ ആൾക്കാർക്ക് എന്താണ് വരുന്നത്, എന്ത് എനർജിയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആയില്യം നക്ഷത്രക്കാരിൽ എനിക്ക് കാണാൻ പറ്റുന്നത് നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ്. അതായത് ഒരു പേഴ്സൺ ഇസ് കമ്മിങ് ടു യുവർ ലൈഫ്. ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിന് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു യങ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് ഐ സി ദ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മണി അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരുപാട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. 9 ഓഫ് wands എനർജി. റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് 8 ഓഫ് wands എനർജി. അഗെയിൻ നിങ്ങൾക്ക് പുതുതായിട്ടുള്ള ഒരു ചാൻസ് നിങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളത്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ സീ ദ ജഡ്ജ്മെന്റ് കാർഡ്. നിങ്ങൾക്ക് പല എന്തെങ്കിലും ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഇത്രയും നാൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺ കിട്ടാനുള്ള ചാൻസസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ട് ഐ സി ദ വേൾഡ് കാർഡ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ട്രാവൽ നടക്കാനുള്ള ഒരു ചാൻസസും കൂടെയാണ് വിത്ത് ദ വേൾഡ് കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. ബ്യൂട്ടിഫുൾ റീഡിംഗ് ഫോർ യു ഗൈസ് അഗെയിൻ.